ഈ പിഞ്ചു ബാലൻ്റെ മരണത്തിന് എന്താണ് മറുപടി? മേനകാ ഗാന്ധി തെരുവു നായ്ക്കളെ കൊല്ലുന്നതിനെതിരെ നിയമം കൊണ്ടുവന്നതിന് ശേഷം വർഷങ്ങളായി മറുപടി ഇല്ലാത്ത ഒരു ചോദ്യമാണിത്. കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ ഒരു വലിയ പ്രശ്നമായിട്ട് ഇത് ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ജനസേവാ ചെയർമാൻ ജോസ് മാവേലിയാണ്. ഈ വിഷയത്തിൽ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിട്ടുള്ള അദ്ദേഹം വളരെ നാളായി ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ താങ്കൾ ഒരു സമര ജാഥ നയിക്കുകയുണ്ടായല്ലോ, എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഇവിടെ സമരം എന്ന് പറയുമ്പോൾ ആരും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ രംഗത്ത് വരുന്നില്ല. ഇപ്പോൾ എന്താ പറയുക, യുവ പ്രസ്ഥാനങ്ങളായ എന്താ പറയുക യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ SFI, KSU, DYFI, യുവമോർച്ച, ABVP എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനങ്ങൾ, അതിശക്തരായ യുവജന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ നിലവിലുണ്ട്. എല്ലാം നല്ല ശക്തിയുള്ള സംഘടനകളാണ്. ഈ സംഘടനയിൽ ആരും തന്നെ ഈ രംഗത്ത് തെരുവ് പട്ടി ആൾക്കാർ കടിച്ചു കയറുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനായിട്ടോ അതിനെതിരെ ഒരു സമരം ചെയ്യുവാൻ പോലും ഇവരാരും രംഗത്ത് വരുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മളൊരു വിമോചന സമരം തന്നെ ഈ രംഗത്ത് വേണ്ടി വരുന്നു. വിമോചന സമരം എന്ന് പറയുമ്പോൾ അതിന് മാത്രം ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ നമ്മളൊരു സമരം നമ്മൾ നടത്തി നോക്കി. സമരം നടത്തുമ്പോൾ എന്താ പ്രശ്നം? സമരം നടത്തുമ്പോൾ ആൾക്കാരെ കിട്ടുന്നില്ല, എല്ലാവർക്കും പേടിയാണ്. ഈ രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു സമരവും ഇവിടെ വിജയിക്കുന്നില്ല കേരളത്തിലെ സ്ഥിതി അങ്ങനെയായി. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഈ യുവജന പ്രസ്ഥാനങ്ങളോടും അതുപോലെ LDF, UDF, BJP ഈ മൂന്ന് വലിയ ശക്തികളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിനൊരു പരിഹാരം കാണുന്നതിന് നിങ്ങൾ രാഷ്ട്രീയ കച്ചവടം മാറ്റി നിർത്തൂ. രാഷ്ട്രീയം ഇവിടെ വേണ്ട. അല്ല, ഈ തെരുവ് നായ്ക്കൾ സാധാരണ അവരുടെ ആക്രമണം നേരിടുന്നത് കൊച്ചുകുട്ടികളും പ്രായമായിട്ടുള്ള ആൾക്കാരും തെരുവിൽ താമസിക്കുന്നവരുമാണ്. ഈ സാധാരണക്കാരായ ആൾക്കാരുടെ പ്രശ്നം ആയതുകൊണ്ടാണോ ഇതിനെ ആരും ശ്രദ്ധിക്കാത്തത്? അതെ, അതൊരു വശത്തുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിലെ സ്ഥിതി അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു 80% ആളുകളും തീരെ പാവപ്പെട്ട അല്ലെങ്കിൽ മീഡിയം ക്ലാസ് അങ്ങനെയുള്ള ആൾക്കാരാണ്. സമ്പന്നരായിട്ടുള്ള ആൾക്കാർ 20% അല്ലെങ്കിൽ 10% ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 80% ആളുകൾക്കും അവരുടെ ശബ്ദമൊന്നും ഇവിടെ എത്തുന്നില്ല. അവർ ശബ്ദിക്കാനായിട്ട് അവരെ ഈ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നടത്തിക്കൊണ്ടേക്കാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ കുറേ പാവപ്പെട്ട ആൾക്കാർ പോയി, അതുപോലെ തന്നെ CPMൻ്റെ കൂടെ കുറേ ആൾക്കാർ പോയി, BJPയുടെ കൂടെ കുറേ ആൾക്കാർ പോയി. അപ്പോൾ ഈ ജനങ്ങളെ ഇങ്ങനെ പങ്കുവെച്ചെടുത്ത് കാരണം നമുക്കൊരു മുന്നേറ്റത്തിനായിട്ട് ഒരു ജെനുവിനായുള്ള സമരത്തിനായിട്ട് ഇവിടെ ആരും രംഗത്ത് വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഇവർ മുതലെടുക്കുന്നത്. അതേസമയം എനിക്ക് ഇതിനുള്ള അതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു കള്ളക്കളിയുണ്ട്. ഒരു വോട്ട് കച്ചവട രാഷ്ട്രീയമുണ്ട് ഇതിനകത്ത്. എന്താണ് വോട്ട് കച്ചവട രാഷ്ട്രീയം എന്ന് ചോദിച്ചാൽ, ഇവിടെ തെരുവ് പട്ടികൾ ജനങ്ങളെ കടിക്കുമ്പോൾ ആ ജനങ്ങളെല്ലാവരും തന്നെ വളരെ സങ്കടത്തിൽ പ്രാവുകയുണ്ട്, അല്ലെങ്കിൽ ശപിക്കുകയുണ്ട്. ആരെ ശപിക്കുന്നത്? മേനകാ ഗാന്ധിയാണ്. മേനകാ ഗാന്ധിയാണ് തെരുവ് പട്ടികളുടെ അംബാസഡർ എന്നൊരു കണക്കുകൂട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ തെരുവ് പട്ടികളുടെ അംബാസഡർ മേനകാ ഗാന്ധി ആയതുകൊണ്ട് മേനകാ ഗാന്ധി BJPയുടെ ലീഡറാണ്. BJPയുടെ ലീഡറായപ്പോൾ എന്താണ്, അപ്പോൾ ഇതിൻ്റെ വോട്ട് മുഴുവൻ പോകുന്നത് BJPയുടെ വോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ LDFനും UDFനും വോട്ട് പോകില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സങ്കടാവസ്ഥ. അപ്പോൾ ഇതിന് പരിഹാരം കാണണമെങ്കിൽ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ സംഘടനകളെയും മത നേതാക്കളെയും എല്ലാവരും വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അടിയന്തരമായിട്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കണം. വളരെ പെട്ടെന്ന് വിളിക്കണം. കാരണം അതിന് മാത്രം പ്രശ്നങ്ങളാണ്. ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ എവിടെ നോക്കിയാലും തെരുവ് പട്ടികൾ. അല്ല, പക്ഷേ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എത്ര രൂക്ഷമാണ് ഈ പ്രശ്നം? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കണക്കുകൾ താങ്കളുടെ കയ്യിലുണ്ടോ? രൂക്ഷം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായാലും പെറ്റുപെരുകിയിരിക്കുകയാണ്. അതായത് ഒരു തെരുവ് പട്ടി, ഒരു പെൺപട്ടി ഒരു മാസം അല്ല ഒരു വർഷം 3 തവണയാണ് പ്രസവിക്കുന്നത്. ഒരു പെൺപട്ടി ഒരു വർഷം 3 തവണ പ്രസവിക്കുന്നു. അത് എത്ര പ്രസവിക്കുന്നത്? 10ഉം 15ഉം കുഞ്ഞുങ്ങളെയാണ്. ഇവിടെ 2001 വരെ ഈ തെരുവുപട്ടികളെ കൊല്ലാൻ പാടില്ലെന്ന് നിയമം വന്നപ്പോൾ അന്നൊരു സർവേ എടുത്തപ്പോൾ ഇവിടെ ഏകദേശം ഒരു 50,000 പട്ടികൾ അങ്ങേറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇത് പെറ്റുപെരുകി ഇപ്പോൾ 20 ലക്ഷം അല്ല 50 ലക്ഷമൊക്കെ ആയി കാണും. അതിന് മാത്രം എവിടെ നോക്കിയാലും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും എല്ലാ ബസ് സ്റ്റാൻഡുകളിലും ഇന്നിന് പറയുന്നപ്പോൾ എയർപോർട്ടിലടക്കം തെരുവ് പട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
തെരുവ് പട്ടികൾ ഇങ്ങനെ എവിടെ പോയാലും ആൾക്കാർക്ക് പുറത്തിറക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ. ഇതിൽ ഓരോ വർഷവും എത്ര ആൾക്കാർക്കാണ് കടിയേൽക്കുന്നത്, അത്തരം കണക്കുകളുണ്ടോ? വർഷങ്ങൾ നമുക്ക് കണക്ക് ഇങ്ങനെ കണ്ടമാനം. അതായത് ഡെയിലി ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 100-ൽ പരം ആൾക്കാരെ ദിവസേന കടിക്കുന്നുണ്ട്. ഇവിടെ എറണാകുളം ജില്ലയിൽ ഈ വർഷത്തെ ഒരു കണക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നിട്ടുണ്ടായി. അതിൻ്റെ കണക്ക് എത്രയാ? ഈ എറണാകുളം ജില്ലയിൽ മാത്രം 9500 പേരെയാണ് ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് കടിച്ചു കയറിയിരിക്കുന്നത്. 9500 പേര്. എന്ത് 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 ഭയാനകമാണ്! ഇത്രയും ഭയാനകമായ ഒരു അവസ്ഥ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രിയും മറ്റു രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരുന്നില്ല അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി? കേരളത്തിൽ മൊത്തം കഴിഞ്ഞ ഈ ഒരു വർഷം 1.5 ലക്ഷം പേരെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കയറിയത്. അതോടൊപ്പം തന്നെ എന്തുമാത്രം പാവം കുഞ്ഞുങ്ങളെയാണ് കടിച്ചു കൊന്നിരിക്കുന്നത്. ഇപ്പോൾ 3 മാലാക മക്കൾ ഈ കഴിഞ്ഞ 1-2 മാസം കൊണ്ട് മരണപ്പെടുകയുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അതും പേ പിടിച്ച് മരിച്ചിരിക്കുകയാണ്. പേ വിഷബാധ മരുന്ന് ഈ കൊച്ചിന് കുത്തിവെച്ചിട്ട് പോലും, അതിൻ്റെ വാക്സിൻ കുത്തിവെച്ചിട്ട് പോലും ഇവർക്ക് പേ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് പേ വിഷബാധയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങേറ്റം ഭയാനകമല്ലേ? ആ കൊച്ച് എന്തുമാത്രം 3 മാലാക കൊച്ചുങ്ങൾ എന്തുമാത്രം പിടഞ്ഞാണ് മരിച്ചിരിക്കുന്നത്. അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തുമാത്രം ഇനിയിപ്പോൾ അവർ ജീവിതകാലം മുഴുവനും ആ കൊച്ചുങ്ങളെ കണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ട് അവരുടെ സങ്കടം കണ്ട് ജീവിക്കണ്ടേ? ഇത്രയും ഭയാനകമാണ് ഈ ഒരു അവസ്ഥ. ഈ പേവിഷബാധയെക്കുറിച്ച് പറഞ്ഞു, ഇതിൻ്റെ വാക്സിനെ കുറിച്ച് പറഞ്ഞു. ഈ റാബീസ് വാക്സിൻ്റെ ഷോർട്ടേജ് മൂലവും അത് മാത്രമല്ല അത് കുത്തിവെച്ചിട്ടും അതിൻ്റെ ഫലമില്ലാതെ കുട്ടികളും മരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതൊരു ഭയങ്കര ഒരു പേടി സ്വപ്നമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2-3 കേസ് ഇപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വാക്സിൻ എടുത്തിട്ട് പോലും പേ വിഷബാധ മരുന്ന് വാക്സിൻ നമ്മൾ എടുത്തിട്ട് പോലും വീണ്ടും പേ പിടിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിപ്പോൾ എല്ലാവരും അതിന് തെളിവൊന്നും വന്നിട്ടില്ല. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അറിയില്ല. എങ്കിലും അതൊരു ഒരു ഭയപ്പെടുത്തലായിട്ടുണ്ട്. ഇപ്പം നമുക്ക് മുറിവ് വരുന്നു, ഒരു വശത്ത് കൂടെ ഒരു തെരുവട്ടി നമ്മൾ കടിച്ചു കയറുന്നു, ആ വേദന നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് എന്തുമാത്രം വേദന സഹിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ആ ഇഞ്ചക്ഷൻ എന്താ പറയുക, അത് വിജയിക്കുന്നില്ല, പിന്നീട് അവർ മരണപ്പെടുകയാണ്. അപ്പോൾ അത്രയ്ക്കും ഒരു ദുരവസ്ഥ, ഭയാനകം എന്ന് പറയാൻ പറ്റുന്നില്ല. ഇത് വളരെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിന് പോയി ആൾക്കാർ ചൈനയും അല്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ചെയ്തിട്ട് ജനങ്ങളിങ്ങനെ പടയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതിലപ്പുറമാണ് ഇപ്പോൾ തെരുവുപട്ടികൾ നമ്മൾ കടിച്ചു കയറുന്നത്. ഇവിടെ തെരുവുപട്ടികളായിട്ട് ഇപ്പോൾ മനുഷ്യർ യുദ്ധം ചെയ്യുകയാണ്. തെരുവുപട്ടികൾ ഒരു വശത്തും മനുഷ്യർ ഒരു വശത്തും. അങ്ങനെ തെരുവുപട്ടികളെ യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ കടിയേൽക്കുന്നവർക്കുള്ള നഷ്ടപരിഹാരം നൽകാനായിട്ട് നേരത്തെ ഒരു സിരിജഗൻ കമ്മിറ്റി വെക്കുകയുണ്ടായി. അതിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ? അതെ. ഈ സിരിജഗൻ കമ്മിറ്റി ഇവിടെ വലിയ കാര്യമായിട്ട് കൊട്ടിയാഘോഷിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അങ്ങനെ ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3-4 മാസത്തിനുള്ളിൽ ആ കമ്മിറ്റി പിരിച്ചുവിട്ടുന്നു, അത് നിർത്തിയെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത്. എന്തായാലും കുറേ ആളുകൾക്ക്, തെരുവുപട്ടികൾ കടിച്ച കുറേ ആളുകൾക്ക് അതിൻ്റെ നഷ്ടപരിഹാരം ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ കണ്ടമാനം പേരാണ് ഇപ്പോൾ ഇങ്ങനെ നഷ്ടപരിഹാരം കിട്ടാത്തത്. പട്ടിണി പാവങ്ങളല്ല ഇവരെല്ലാവരും തന്നെ. ആരെയാണ് തെരുവുപട്ടി കടിക്കണത്? പാവം കൂലിവേലയ്ക്ക് പോകുന്ന ആൾക്കാർ, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കിടന്നുറങ്ങുന്നവർ, നമ്മുടെ മറ്റു പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ, കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ, അതുപോലെ തന്നെ കൂലിപ്പണിക്ക് പോകുന്ന, ഇപ്പോൾ തൊഴിലിന് പോകുന്ന ആൾക്കാർ, അതോടൊപ്പം തന്നെ ആട്, കോഴി, താറാവ്, എന്തുമാത്രം കുടിൽ വ്യവസായം അവിടെ ഉണ്ടായത് അതെല്ലാം നശിച്ചു പോയി. എല്ലാം ഇങ്ങനെ കടിച്ചു കയറി ഈ തെരുവുപട്ടികൾ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണ്. അത്രയ്ക്കും സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കൊച്ചു കേരളം തെരുവുപട്ടികളുടെ നാടായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ചില പരാതികൾ, അതായത് ഈ റാബീസ് വാക്സിൻ, അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ളത് ഈ റാബീസ് വാക്സിൻ്റെ മാനുഫാക്ചറേഴ്സ് ആണ് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിനകത്ത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളത്. എന്താണ് സംഭവം? അതായത് ഇവിടെ ഇപ്പോൾ തെരുവുപട്ടികൾ മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം സ്ഥിതി കണക്കാക്കുകയാണെങ്കിൽ ഒരു വശത്ത് കുരങ്ങുകളും ഇതുപോലെ തന്നെ നാടുവാഴുകയാണ്. കേരളത്തിൽ പിന്നെ ഒരു പരിധിവരെ കുരങ്ങുകൾ വന്നിട്ടില്ല. അടുത്ത് തന്നെ കുരങ്ങുകളും ഇവിടെ വരും, അത് സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ കുരങ്ങുകൾ ഞാൻ നാളെ ഡൽഹി പോയപ്പോൾ അവിടെയൊക്കെ കുരങ്ങുകൾ നടക്കുകയാണ്. ഇവിടെ കർണാടകയിൽ ബാംഗ്ലൂർ ഒരു ദിവസം പോയപ്പോൾ അവിടെ മാർക്കറ്റിലൊക്കെ കുരങ്ങുകൾ. ഈ കുരങ്ങുകൾ നമ്മുടെ മേത്ത് മാന്തിയാലും അതിന് പേവിഷ ഇഞ്ചക്ഷൻ എടുക്കണം. അങ്ങനെ തെരുവ് പട്ടികളുടെയും കുരങ്ങുകളുടെയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം അതിലപ്പുറം. ഒരു വശത്ത് വന്യമൃഗങ്ങൾ, ആന ദിവസേന ജനങ്ങളിവിടെ എന്താ പറയുക ആക്രമിച്ച് ജനങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയാണ്. കുറേ പേരെയാണ് ആന കുത്തി മലർത്തി കൊന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കടുവ, പുലി, എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നിട്ട് എന്ത് പറ്റി? ജനങ്ങളുടെ ജീവിതം ആകെ താറുമാറായി. എല്ലാവരും ഭയന്ന് വിറച്ചാണ് ദിവസേന മുമ്പോട്ട് പോണത്. 10,000 കണക്കിന് ആൾക്കാർ ഒപ്പിട്ട് ഒരു മെമ്മോറാണ്ടം കൊടുക്കാനുള്ള ഒരു പരിപാടി
താങ്കൾ തുടങ്ങിയിരുന്നല്ലോ. അതിന്റെ സ്ഥിതി ഇപ്പം എന്താണ്? ഞങ്ങൾ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് ഇതുപോലെ തന്നെ ഞങ്ങൾ 1,00,000 പേരുടെ ഒരു മെമ്മറാണ്ടം ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പദ്ധതി ചെയ്ത് അങ്ങനെ അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും യാതൊരു മറുപടിയും കിട്ടുന്നില്ല. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ 10,00,000 പേരുടെ ഒപ്പ് ശേഖരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഏകദേശം ഒരു 1,00,000 കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം നടത്തിയാലും നമുക്ക് ചെയ്യാവുന്ന, നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലും വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ വോട്ട് രാഷ്ട്രീയ കച്ചവടം മാറ്റിയിട്ട് കച്ചവട ആ ചിന്താഗതി മാറ്റിയിട്ട് നിങ്ങൾ മനുഷ്യർക്ക് ആണ് ജീവിക്കേണ്ടത്, മനുഷ്യരാണ് വില, തെരുപട്ടികൾക്കല്ല എന്ന് കണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു മൂവ്മെൻറ്റ് വേണ്ടി വന്നാൽ കേരളത്തെ, ഞാൻ പറയുന്നു, കേരളത്തെ ഇന്ത്യക്ക് തന്നെ മാതൃകയാക്കാൻ സാധിക്കും. കേരളത്തെ ഇന്ത്യക്ക് മാതൃകയാക്കാൻ എങ്ങനെ സാധിക്കും? കേരളത്തിൽ എല്ലാ ജനങ്ങളുടെ അഭിപ്രായം ഒന്നാണ്. 99% ആളുകളും പറയണത് തെരുവ് പട്ടികളെ ഇവിടുന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റണം. ജനവാസ കേന്ദ്രങ്ങളിൽ തെരുവ് പട്ടികൾ വേണ്ട. അപ്പോൾ നമുക്കെന്താ വേറെ വകുപ്പുള്ളത്? നമുക്ക് ഇവരെ ഷെൽട്ടറാക്കാം. അപ്പോൾ ഒരു സംശയം പറയുന്നത് എന്താണ്? ഷെൽട്ടർ ആക്കുമ്പോൾ ഇവിടെ ജനങ്ങൾ സമ്മതിക്കില്ല, ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളെ, അതാണ് മറ്റേ മന്ത്രി പറഞ്ഞത്, ജനങ്ങൾ സമ്മതിക്കുന്നില്ലെന്ന്. അതേസമയം നമുക്ക് ഇവരെ ഡോഗ് പാർക്കുകൾ ഉണ്ടാക്കാമല്ലോ. വേണ്ട വനപ്രദേശം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ. ഇവിടെ വനത്തിൽ കൊണ്ടുപോയി ഡോഗ് പാർക്കുകൾ നമുക്ക് നടത്താമല്ലോ, അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യാമല്ലോ. ഞങ്ങൾ പറയുന്നു, അങ്ങനെ ഡോഗ് പാർക്കുകൾ ഇവിടെ നടത്തുകയാണെങ്കിൽ ഈ തെരുവ് പട്ടികളെ മുഴുവനും നമുക്ക് അവിടെ കൊണ്ടുപോയി നല്ല രീതിയിൽ അവരെ വളർത്തിയെടുക്കാം. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കാം. അതിന് സർക്കാരിൻ്റെ 10 പൈസ ചിലവില്ലാതെ അതിന് മാത്രം ആളുകൾ സ്പോൺസർ ചെയ്യാനായിട്ട് ഇവിടെ തയ്യാറായി റെഡിയായിട്ട് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ തെരുവ് പട്ടികൾക്ക് ഇപ്പോൾ ജീവിതമില്ല. എവിടെ ജീവിതം തെരുവ് പട്ടികൾക്ക്? തെരുവ് പട്ടികൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്ന് റോഡിൽ വണ്ടി ഇടിച്ച്, എന്തോ മാത്രം പട്ടികളെ വണ്ടി ഇടിച്ച് അവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ ഈ നായസ്നേഹികൾ ആരും ഇവിടെ ഇല്ല. ഒരു നായസ്നേഹികളും തെരുവ് പട്ടി ഇങ്ങനെ വണ്ടി ഇടിച്ച് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ മുറിവേറ്റ് കിടക്കുമ്പോഴോ ആരും ഈ പട്ടികളെ കൊണ്ട് മാറ്റാനോ ഒന്നും വരുന്നില്ല. ആർക്കും ഒരു സങ്കടമില്ല. അങ്ങനെ നമുക്ക് തന്നെ അതിൻ്റെ ആ ചത്ത് ചീഞ്ഞ് വീർത്ത് കിടക്കുന്ന, എവിടെ നോക്കിയാലും നാഷണൽ ലെവലൊക്കെ ഇഷ്ടമുള്ള പട്ടികളാണ് ചത്ത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തെരുവ് പട്ടികൾക്കും ജീവിതം കിട്ടി, മനുഷ്യർക്കും ജീവിതം കിട്ടി. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുന്നത്, മുഖ്യമന്ത്രിയോട് ഒരു സർവകക്ഷി യോഗം വിളിക്കൂ എന്ന് അഭ്യർത്ഥിക്കുന്നത്. ഈ ഡോഗ് പാർക്ക് അല്ലെങ്കിൽ ഈ വന്ധ്യംകരണം ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം വളരെ നാളായിട്ട് ശ്രമിച്ചിട്ട് പോലും അതൊന്നും പ്രാക്ടിക്കലായിട്ട് നടന്നിട്ടില്ല. അതിനു പകരം ഇങ്ങനത്തെ ഒരു ലോക്കൽ വിഷയം അത് എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പഴയതുപോലെ വിട്ടുകൊടുക്കുകയല്ലേ ഏറ്റവും നല്ലൊരു നടപടി. അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണ ഭേദഗതി, നിയമത്തിൽ ഭേദഗതി വരുത്താനായിട്ട് എംപിമാരെയും ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും അല്ലേ നമ്മൾ സമീപിക്കേണ്ടത്. നല്ലൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതിനു വേണ്ടി നമ്മളെല്ലാവരും അതിതീവ്രമായി തന്നെ പരിശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കേരളത്തെ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കും. ഈ തെരുവ് പട്ടി സ്നേഹികളുടെ ലോബികളെന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ കേരളം ഒഴിച്ച് ബാക്കി സ്റ്റേറ്റിൽ കുറച്ച് അധികമുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി അതുപോലെ മറ്റു ഉത്തരേന്ത്യൻ സ്ഥലത്തൊക്കെ ധാരാളം തെരുവ് പട്ടി സ്നേഹികളുണ്ട്. അതങ്ങനെ ഒരു കൂട്ടർ തെരുവ് പട്ടികളെ സ്നേഹിച്ചാൽ സ്വർഗത്തിൽ പോകും, ഒരു അന്ധവിശ്വാസമൊക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പശുക്കളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ വരി തന്നെയാണ് തെരുവ് പട്ടികളെ സ്നേഹിച്ചാലും സ്വർഗത്തിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടു നടക്കുകയാണ്. അതേസമയം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, കേരളത്തെ ഒരു മോഡലാക്കിയിട്ട് നമുക്കൊരു മാതൃക സംസ്ഥാനമാക്കിയെടുത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലും മൊത്തത്തിലെ ഈ ഒരു ദുരവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. അതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് മുഖ്യമന്ത്രിയോട്. കേരളത്തിലെ ജനങ്ങളെല്ലാം ഒരഭിപ്രായക്കാരാണ്. ഞാൻ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാം. ഇവിടെ ഇപ്പോൾ 1% ആൾക്കാർ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, നായ സ്നേഹികൾ. അത് നമ്മളൊരു എന്താ പറയുക, ഒരു മീറ്റിംഗ് വിളിക്കുന്നു, തെരുവ് പട്ടിക്ക് ഇവിടുന്ന് മാറ്റുന്നു പറഞ്ഞൊരു ഇതുപോലെ ഒരു സർവകക്ഷി യോഗം വിളിക്കുമായിരിക്കും. ഈ തെരുവ് പട്ടി സ്നേഹികളെ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ അവരാരും അവിടെ വരില്ല. അവർക്ക് പേടിയാണ്. എന്താ പേടി? ജനങ്ങൾ മുഴുവൻ അവരെ ഒറ്റപ്പെടുത്തും, അവരെ ചിലപ്പോൾ കല്ലെറിയും. അത്രയ്ക്കും സങ്കടത്തിലാണ് എല്ലാവരും വെക്കുന്നത്. അപ്പോൾ തെരുവ് പട്ടി സ്നേഹികളാരും രംഗത്ത് വരില്ല. അവരിങ്ങനെ ഒളിവിൽ നിന്നുകൊണ്ട് നമ്മളെയൊക്കെ ഇങ്ങനെ കേസിൽ കൊടുക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ എൻ്റെ പേരിൽ 20ഓളം കേസ് എൻ്റെ പേരിൽ ഇവർ എടുത്തിട്ടുണ്ട്. പല സ്ഥലത്തും ഇതുപോലെ തന്നെ തെരുവ് പട്ടികൾ മനുഷ്യരെ കടിച്ച് കീറുമ്പോൾ ഞാൻ അവിടെ പോയി ആ തെരുവ് പട്ടികൾക്കെതിരെ ഞാൻ സമരം ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ പേരിൽ ഇപ്പോൾ 20 കേസുണ്ട്. ആ 20 കേസും ഞാനിപ്പോൾ മോചിതനായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 കേസ് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാ കേസിലും എനിക്ക് കോടതി ഞങ്ങളെ വെറുതെ വിട്ടിരിക്കുകയാണ്. പക്ഷേ കോടതി കയറിയിറങ്ങി നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുന്നു. ഇതാണ് ഇവർ ചെയ്യുന്ന ഒരു അവർ ചെയ്യുന്ന ഒരു പ്രകാരം. അപ്പോൾ ഇതിന് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇവരെ നമ്മൾ സർവകക്ഷി യോഗം വിളിച്ച് അവരെയും വിളിക്കുക. ഈ ന്യായസ്നേഹികൾ ഒരാളും വരില്ല അവിടെ. അപ്പോൾ അത്രയ്ക്കുള്ള കാര്യമുള്ളൂ. ആരെ എതിർത്ത് പറയണമെന്ന് നമുക്ക് അപ്പോൾ കാണാമല്ലോ. ഒരാളും ഇതിനെതിരെ പറയില്ല. ഈ തെരുവ് പട്ടികളെ ഷെൽട്ടറാക്കുന്ന കാര്യത്തിൽ ഇനി കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരേ അഭിപ്രായമുള്ളത്.
അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനിത് അഭ്യർത്ഥിക്കുന്നത്. നേരത്തെ വ്യവസായിയായ കൊച്ചൗസേപ്പ് ചിറ്റൽപ്പള്ളിയൊക്കെ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴും അങ്ങനത്തെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, പിന്തുണ? ബഹുമാനപ്പെട്ട കൊച്ചൗസേപ്പ് സാറ് ഞങ്ങളും കൂടിയാണ് ഇതിൻ്റെ ഒരു വലിയൊരു മൂവ്മെൻറ്റ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ എനിക്കും അങ്ങനെ മൂവ്മെൻറ്റ് നടത്തിയതിൻ്റെ ഫലമായി ഒരു വലിയ ശത്രുത നേരിടേണ്ടി വന്നു. മേനകാ ഗാന്ധി തന്നെ ഞങ്ങളുടെ മെയിൻ ശത്രുവായി. എന്നിട്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ രണ്ടും, കൊച്ചൗസേപ്പ് സാറിൻ്റെ നിരവധി സ്ഥാപനങ്ങളുണ്ട് കൊച്ചൗസേപ്പ് സാറിന്, അവിടെയെല്ലാം റെയ്ഡ് നടത്തി. ഞങ്ങളുടെ ജനസേവാ ശിശുഭവൻ്റെ ആ സ്ഥാപനം റെയ്ഡ് മാത്രമല്ല അത് പൂട്ടിച്ചു. അതിന് മാത്രം കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടി. ഏതായാലും താങ്കളുടെ ഈ സദുദ്യമത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു.